നമസ്തേ. ടാരോട്ട് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്നാണ് കേട്ടോ. അവരുടെ ഒരു കറൻറ്റ് തോട്ട്സിലൂടെയാണ് നമ്മളിന്ന് കടന്നു പോകുന്നത്. അതുപോലെ അവരുടെ കറൻറ്റ് സിറ്റുവേഷൻസിലൂടെയും നമ്മൾ കടന്നു പോകുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണോ റീഡിങ്സ് കാണുന്നത് അവരെ മനസ്സിൽ വിചാരിച്ച് അവരുടെ പേര് പറഞ്ഞുകൊണ്ട് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ റീഡിങ്സ് കേൾക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്കിതിനകത്ത് ഇൻഫർമേഷൻസുകൾ റെസനേറ്റ് ആവാനും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ ബന്ധത്തിൽ മാറ്റം വരാൻ വേണ്ടിയിട്ടും വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ പ്രസൻസ് കണക്റ്റ് ചെയ്യുക എന്നത് കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്ത് നിങ്ങൾ അതിലേക്ക് കണക്റ്റഡായി തന്നെ റീഡിങ്സ് കേൾക്കാവുള്ളൂ. കൂടാതെ തന്നെ നിങ്ങൾക്ക് റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ അത് പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുപോലൊരു ഇൻഫർമേഷൻസ് ഡിവൈനിൽ നിന്നും ഈ ഒരു നിമിഷം ലഭിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക് യു യൂണിവേഴ്സ് എന്നോ താങ്ക് യു ഏഞ്ചൽസ് എന്നോ അതല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള എന്ത് വിഷമമാണെങ്കിലും അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് പറയാനുള്ളത് ഡിവൈനോട് നിങ്ങൾ മനസ്സ് തുറന്ന് പറയുക. നിങ്ങളുടെ ഇമോഷൻസിനെ മനസ്സിലിങ്ങനെ ഒതുക്കി വെക്കാതെ പുറത്ത് കളയാൻ ശ്രമിക്കുക കേട്ടോ. തീർച്ചയായിട്ടും അതുപോലെ നിങ്ങൾ നമ്മുടെ എല്ലാ റീഡിങ്സിലും നിങ്ങളുടെ പ്രസൻസ് കമൻറ്റായിട്ടും ലൈക്കായിട്ടും കണക്റ്റ് ചെയ്ത് തന്നെ കടന്നു പോകണം. അതല്ലാതെ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നില്ല, നിങ്ങളിതിനകത്ത് കുറേ കാലങ്ങളായി കാണുന്നു, ഇതിലൊന്നും ഒരു കാര്യവുമില്ല കേട്ടോ. നമ്മൾ കൊടുക്കുന്ന പോസിറ്റിവിറ്റിയാണ്, നമ്മൾ എന്താണോ കൊടുക്കുന്നത് അത് നമുക്ക് തിരിച്ചു കിട്ടും. നമുക്ക് എന്തൊക്കെയാണോ ഡിവൈൻ നമ്മളിലേക്ക് നൽകുന്നത് അതിനെല്ലാം നന്ദിയുള്ളവരായി തീരാൻ ശ്രമിക്കുക. നമ്മളിൽ മാറ്റം വരുത്താൻ ശ്രമിക്കുക. നമ്മുടെ പേഴ്സണാലിറ്റിയിൽ, നമ്മുടെ തോട്ട്സിൽ, നമ്മുടെ പ്രവൃത്തികളിൽ, നമ്മുടെ സംസാര രീതികളിലെല്ലാം മാറ്റം വരുത്താൻ 100% ശ്രമിക്കുക. നിങ്ങളിൽ തീർച്ചയായിട്ടും സക്സസ് എന്നത് നിങ്ങളുടെ കൈപ്പിടിയിൽ തന്നെയാണ്, നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. നമുക്കിതിനകത്ത് റീഡിങ്സിലേക്ക് നോക്കാം. ഇതൊരു മൈൻഡ് റീഡിംഗ് ആണെന്ന് മനസ്സിലാക്കുക. എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് പോസിറ്റീവ് ആവുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫ്യൂച്ചറും നിങ്ങൾക്ക് വളരെ ക്ലാരിറ്റിയോടുകൂടി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു എനർജിയാണ് ടാറോ റീഡിങ്. ടാറോ നിങ്ങളിൽ വന്നിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുന്നു. ഒന്നെങ്കിൽ നിങ്ങളിൽ ഹീലിംഗ് പ്രോസസ്സിങ് നടക്കുന്നു, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്കറിയാൻ പറ്റാത്ത ചില ഇൻഫർമേഷൻസുകൾ നിങ്ങൾക്ക് ഡിവൈൻ നൽകുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുന്നു എന്നതിൻ്റെ സൂചനയാണ് ടാറോയുടെ എനർജി നിങ്ങളിലേക്ക് വരുന്നത് എന്നത് മനസ്സിലാക്കുക. കൂടാതെ തന്നെ നിങ്ങളുടെ ലൈഫിലെ എന്ത് ചോദ്യങ്ങൾക്കും, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് മറ്റൊരാളോട് ഷെയർ ചെയ്യാൻ പറ്റാത്ത എന്തു ചോദ്യങ്ങൾക്കും വളരെ വ്യക്തവും കൃത്യവുമായിട്ട് നിങ്ങൾക്ക് മറുപടി നൽകുന്ന എനർജിയാണ് ടാറോ റീഡിങ് കേട്ടോ. അപ്പോൾ അതിൻ്റേതായ ഒരു പോസിറ്റിവിറ്റിയോട് കൂടി തന്നെ കാണാൻ ശ്രമിക്കുക. നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും എന്താണോ നമ്മൾ ചിന്തിക്കുന്നത് അത് തന്നെ നമ്മളിലേക്ക് കണക്റ്റഡ് ആവും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ചില വ്യക്തികൾക്ക് വേണ്ടി റീഡിങ്സ് കാണാതിരിക്കുക കേട്ടോ. ഇതിനകത്ത് ഒരു തുളസീധരൻ എന്ന് പറയുന്ന ഒരാൾ കിടന്ന് ഭയങ്കരമായിട്ട് തെറിയൊക്കെ പറയുന്നത് കേട്ടു അയാളുടെ പേഴ്സണെ കുറിച്ച്. എന്തിനാണ് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഒരാളെക്കുറിച്ച് നിങ്ങൾ എന്തിനാണ് റീഡിങ്സ് കാണാൻ വരുന്നത്? അപ്പോൾ അതൊരു ഫസ്ട്രേഷനാണ് അവിടെ കാണിക്കുന്നത് അല്ലേ. അതല്ലാണ്ട് നല്ലതായിട്ടല്ല അത് ചിന്തിക്കുന്നത്. അയാൾ എന്താണോ അയാളുടെ ഉള്ളിൽ നിറയ്ക്കുന്ന ആ ഒരു വിഷം അതേ അയാൾക്ക് തിരിച്ച് ഛർദ്ദിക്കാൻ സാധിക്കൂ, അതേ അയാൾക്ക് വീണ്ടും ഭക്ഷിക്കാൻ സാധിക്കൂ എന്ന് മനസ്സിലാക്കുക. ദയവ് ചെയ്ത് നമുക്ക് വേണ്ട കാര്യങ്ങൾക്കാണെങ്കിൽ മാത്രം നമ്മൾ ഈ ഒരു എനർജിയെ കണക്റ്റ് ചെയ്യുക. വേണ്ടാത്ത മൈൻഡോട് കൂടി ഇത് നിങ്ങൾ ദയവ് ചെയ്ത് കാണാതെ സ്കിപ്പ് ചെയ്ത് പോവുക കേട്ടോ. നമുക്ക് അവരുടെ തോട്ട്സിലേക്ക് പോകാം കേട്ടോ. അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതെന്നാണ്. എംബറസ് എനർജി തന്നെയാണ് നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്നത്. ശരിക്കും ഈ ഒരു ബന്ധം വളരെ പ്രഷ്യസ് ആയിട്ടുള്ളൊരു എനർജി ആയിരുന്നു കേട്ടോ. പുതിയൊരു ഒന്നെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു റിലേഷൻ എന്ന് പറഞ്ഞാൽ വളരെയധികം കണക്റ്റഡായി നിങ്ങളുടെ റിലേഷനിൽപ്പെട്ട ബന്ധങ്ങളിൽപ്പെട്ട വ്യക്തിയായിരിക്കും. നിങ്ങളുടെ ഫാമിലിയെ കണക്റ്റ് ചെയ്ത് നല്ല രീതിയിൽ ആഴമുള്ളൊരു ഏകദേശം പറഞ്ഞൊരു ബ്ലഡ് റിലേഷൻ എന്നൊക്കെ പറയുന്നത് പോലുള്ളൊരു എനർജിയിലൂടെ കടന്നു പോകുന്നൊരു പേഴ്സൺ ആയിരിക്കാം. എന്താണെങ്കിലും ഈ ഒരു റിലേഷനിൽ നിങ്ങളും ആ ഒരു വ്യക്തിയോട് ചേർന്ന് പുതിയ ക്രിയേറ്റിവിറ്റി, പുതിയ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പോസിറ്റീവ് ആവുന്ന ചില കാര്യങ്ങൾ ആ ഒരു വ്യക്തിയുടെ സാന്നിധ്യത്തിൽ നിങ്ങൾക്കോ ആ ഒരു വ്യക്തിക്കോ അനുഭവിക്കാനോ അല്ലെങ്കിൽ ലഭിക്കുകയോ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കും. വളരെ ഫ്രഷായ, വളരെയധികം പോസിറ്റീവായ, വളരെയധികം ഓർമ്മകളിൽ നിന്നും മാറ്റി വയ്ക്കാൻ പറ്റാത്ത അത്രയും ആഴത്തിലുള്ള ചില എക്സ്പീരിയൻസുകൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് എന്നതിന് യാതൊരു സംശയവുമില്ല. ഒരു മദർ എനർജിയുടെ പ്രസൻസ് വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട്. അതല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ, നല്ലൊരു പ്രൊട്ടക്ഷൻ ഈ ഒരു ബന്ധത്തിൽ
നിങ്ങൾക്ക് തമ്മിൽ കണക്റ്റ് ചെയ്യുമ്പം നല്ലൊരു പ്രൊട്ടക്ഷൻ ലഭിച്ചിട്ടുള്ള, അതായത് മാറ്റി നിർത്താൻ പറ്റാത്ത രീതിയിൽ, അതായത് ഈ ഭൂമിയിൽ നിങ്ങൾ കൊടുത്ത ആ ഒരു സ്നേഹത്തിൻ്റെ അത്രയും ആ ഒരു പേഴ്സണ് മറ്റൊരു വ്യക്തിയിൽ, സ്വന്തം മദറിൽ നിന്ന് പോലും ലഭിച്ചിട്ടില്ല എന്ന് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ചില എക്സ്പീരിയൻസുകൾ ആ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും അനുഭവിച്ചിട്ടുള്ള ഒരു എനർജി കാണുന്നുണ്ട്. നമുക്ക് മറ്റൊരു സിറ്റുവേഷൻസിൽ പറഞ്ഞ ഒരു പ്രഗ്നൻസി, ഒരു സൃഷ്ടി, ഒരു പുതിയൊരു സൃഷ്ടി സംഭവിച്ചു, അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിച്ചു, അവരൊരു പുതിയ വ്യക്തിയായിട്ട് മാറിയത് പോലും നിങ്ങളുടെ പ്രസൻസിലൂടെയാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കുന്ന ഒരു എനർജിയാണ്. അവരത് ആഴത്തിൽ ചിന്തിക്കുന്നു എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും സംശയങ്ങളോ തെറ്റിദ്ധാരണകളോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ഓർമ്മകൾ എപ്പോഴും പല രീതിയിൽ അവരെ കണക്റ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ ആ ഒരു ഫിസിക്കൽ എനർജിയിലാണെങ്കിലും ഇമോഷണലി ആണെങ്കിലും ഇൻ്റലക്ച്വൽ ആണെങ്കിലും എല്ലാം അവരെ പൂർണ്ണമായിട്ടും നിങ്ങളുടെ എനർജി വരിഞ്ഞു മുറുക്കിയ ഒരു സാഹചര്യം തന്നെയാണ്. കാരണം എത്രയൊക്കെ അവർ നിങ്ങളിൽ നിന്നും സെപ്പറേറ്റഡ് ആയാലും, എത്രയൊക്കെ നിങ്ങളിൽ നിന്നും അവർ പൂർണ്ണമായിട്ടും മാറി നിന്നാലും അവർക്കൊരിക്കലും നിങ്ങളിൽ നിന്ന് ലഭിച്ച ആ ഒരു എനർജീനെ അവരെ മാറ്റിയ, അവരുടെ എല്ലാ അവസ്ഥകളിൽ നിന്നും അവരെ പുറത്ത് കടത്തി, അവരുടെ ഒരു ഡാർക്ക് എനർജിയിൽ നിന്നും അവരെ ഉയർത്തിയ ഒരു എനർജിയാണ്, അവരെ പിടിച്ച് ഉയർത്തിയ ഒരു എനർജിയാണ് നിങ്ങളെന്ന് പറയുന്നത്. ആ ഒരു സാഹചര്യം അവരെ പൂർണ്ണമായിട്ടും പൊതിഞ്ഞ് തന്നെയാണ് നിൽക്കുന്നത്. അതിൽ നിന്നും അവർക്കൊരിക്കലും മോചനമില്ല എന്നത് അവർ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അവർ സ്റ്റക്കാണ്, നിങ്ങളുടെ ഓർമ്മകളിൽ ഈ ഒരു പേഴ്സൺ സ്റ്റക്കാണ്. നിങ്ങളെ അവർ ഫോക്കസ് ചെയ്യുക മാത്രമല്ല, നിങ്ങളെ അവർക്ക് ചേർത്ത് പിടിക്കേണ്ടി വരുന്നുണ്ട്. നിങ്ങളില്ലാതെ അവർക്ക് പറ്റില്ല എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 24 അവേഴ്സും ആ ഒരു ഓർമ്മകളിൽ അവരെന്ത് കാര്യത്തിൽ ശ്രദ്ധ കൊടുത്താലും അവരെ സംബന്ധിച്ച് നിങ്ങളുടെ ഓർമ്മകളെ മാറ്റിവെച്ചവർക്ക് ഒരു കാര്യവും അവരുടെ ജീവിതത്തിൽ കറൻറ്റ്ലി ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ശരിക്കും അവർക്ക് ഭ്രാന്ത് പിടിക്കുന്ന ഒരു മാനസിക അവസ്ഥയിലൂടെ അവർ പോകുന്നുണ്ട്. കുറ്റബോധവും നിരാശയും അവർക്ക് തോന്നുന്നുണ്ട്. കാരണം ഒരു പക്ഷേ നിങ്ങളുടെ വാല്യൂ അവർ പാസ്റ്റിൽ തിരിച്ചറിയാതെയോ അല്ലെങ്കിൽ കഴിഞ്ഞ സമയങ്ങളിൽ നിങ്ങളെ തിരിച്ചറിയാതെയോ അവർ പോയിട്ടുണ്ടാവാം. നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം, ഒരു പൂർണ്ണതയുള്ള ഒരു ഫ്രഷായ, അതായത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തി അവർക്ക് മനസ്സിലായി എന്ന് തുറന്നു പറഞ്ഞുകൊണ്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ വാല്യൂ അവർക്ക് മനസ്സിലായി എന്ന് പറഞ്ഞ് തന്നെ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് നൽകിക്കൊണ്ട് തന്നെ നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം ഇതിനകത്ത് ഒരുപാട് വ്യക്തികളുടെ എനർജികളിൽ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. ഒരു ടെലിപ്പതി മെസ്സേജ് നിങ്ങളിലേക്കും അവരിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റ് ചെയ്ത് കടന്നു പോകുന്നുണ്ട്. അതായത് ചില സമയങ്ങളിൽ നിങ്ങൾ മാനസികപരമായിട്ട് തകർന്നു പോകുന്നുണ്ടാവാം, ഭ്രാന്ത് പിടിക്കുന്നൊരു എനർജിയിലൂടെ നിൽക്കുന്നുണ്ടാവാം, നിങ്ങൾ ഹൃദയം പൊട്ടി കരയുന്ന സമയങ്ങളുണ്ടാവാം, വിശപ്പും ദാഹവും കെട്ടിയ ഒരവസ്ഥയിലൂടെ നിങ്ങൾ നിൽക്കുന്നുണ്ടാവാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് എല്ലാത്തിനോടും വിരക്തിയും വെറുപ്പും മടുപ്പും തോന്നുന്നൊരു എനർജി ഫീൽ ചെയ്യുന്നുണ്ടാവാം. ഏകാന്തതയെ ഇഷ്ടപ്പെടുന്നു, അതായത് എങ്ങോട്ടെങ്കിലും ഒറ്റയ്ക്ക് മാറിയിരിക്കാൻ തോന്നുന്ന ഫീലിങ്സ് വരുന്നുണ്ടാവാം. ഇതെല്ലാം അവരിലും കണക്റ്റഡ് ആകുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ എനർജിയിൽ കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു എന്താ പറയുക, ഒരു വല്ലാത്ത ഒരു വിമ്മിഷ്ടം അനുഭവിക്കുന്ന, ഒരു ഗർഭസ്ഥമാകുന്ന ഒരു അവസ്ഥയിൽ, ഒരു ഗർഭാവസ്ഥയിൽ ഒരു വ്യക്തി അനുഭവിക്കുന്ന ആ ഒരു വീർപ്പ് മുട്ടൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ അനുഭവിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു എനർജി ഒരു പക്ഷേ നിങ്ങളിലേക്കും കണക്റ്റഡ് ആകുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു എനർജി. ടു ഓഫ് സോഴ്സിൻ്റെ എനർജി നമുക്ക് വന്നിട്ടുണ്ട്. സ്റ്റക്കാണ്, അതായത് അവരെ സംബന്ധിച്ച് ബ്ലൈൻഡാണ്, ഇരുട്ടാണ്, അവർക്ക് കുറ്റബോധമായിരിക്കാം, അല്ലെങ്കിൽ എപ്പോഴും അവർ റിപ്പീറ്റ് പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. വളരെയധികം ഒരു വ്യാകുലപ്പെടുന്ന അല്ലെങ്കിൽ ഒരു പരിഭ്രാന്തമായി പോകുന്ന ഒരു സിറ്റുവേഷൻസ് ഒക്കെയാണ് അവർ കണക്റ്റ് ചെയ്യുന്നത്. അതായത് നിങ്ങളുമായിട്ട് അവർ ശക്തമായി ഫൈറ്റിംഗ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാതെ നിങ്ങളോട് ശക്തമായിട്ട് ഈ ഒരു പേഴ്സൺ ഫൈറ്റിംഗ് ചെയ്തിട്ടുണ്ട്. അവർക്ക് മനസ്സമാധാനമാണ് വേണ്ടത്, അല്ലെങ്കിൽ അവരെ സ്വസ്ഥമായിട്ട് വിടൂ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് നേരെ അവർ കയർത്തിട്ടുണ്ടാവാം. മാത്രവുമല്ല അവർ ജയിച്ചിട്ടും വീണ്ടും വീണ്ടും നിങ്ങളെ തോൽപ്പിക്കാൻ പോകുന്നത്, അതായത് അവർ ആ ഒരു നിങ്ങൾക്ക് തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ബന്ധത്തിൻ്റെ എനർജിയിലോ നിങ്ങളെ വളരെ ശക്തമായിട്ട് അവർ ഫൈറ്റിംഗ് ചെയ്ത് പരാജയപ്പെടുത്തിയിട്ട് അവർ പരാജയം സമ്മതിക്കാതെ അവരാണ് വിജയിച്ചതെന്ന്
മനസ്സിലായിട്ടും അവർ വീണ്ടും നിങ്ങളുടെ നേരെ ശക്തമായിട്ട് ഫൈറ്റിംഗ് ചെയ്ത സിറ്റുവേഷൻസുകളുണ്ട്. അതെല്ലാം അവരെ പിടിച്ച് ഉലയ്ക്കുന്ന ഒരവസ്ഥയാണ് കേട്ടോ. അതായത് അവരുടെ ഒരു ഈഗോ, സെൽഫിഷ് എനർജി, ഇതെല്ലാം അവരെ സംബന്ധിച്ച് നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിന് വളരെ ബൗണ്ടറി തീർത്ത് കളഞ്ഞതായിട്ടും അവർക്കിടേതാകുന്ന ചില ലക്ഷ്യങ്ങളെ അവർ ഫോക്കസ് ചെയ്തതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം നിങ്ങളെ അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ നിർത്തിക്കൊണ്ടോ അതല്ലെങ്കിൽ നിങ്ങളോടുള്ള ഇമോഷൻസിനെ ഹൈഡ് ചെയ്തുകൊണ്ടോ ഒരു ബൗണ്ടറി തീർത്തുകൊണ്ടോ അവരുടെ പല കാര്യങ്ങളും, പല ലക്ഷ്യങ്ങൾ, അവർക്ക് ചില സക്സസ്, അതുപോലെ അവർക്ക് ചില നേട്ടങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക, അവരുടെ ചില പാഷൻ, സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുക എന്നുള്ള ചില എനർജികളിലേക്ക് ഈ ഒരു വ്യക്തി മാറിപ്പോയ സിറ്റുവേഷൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഒരു സെൽഫിഷ് എനർജി ആയിരുന്നു. ഒരു മാജിക്ക് സംഭവിപ്പിക്കുക, അയാളുടെ ജീവിതത്തിൽ ഒരു മാജിക്ക് ഉണ്ടാക്കുക, അതിനു വേണ്ടിയിട്ട് ഊർജ്ജസ്വലമായിട്ട് പ്രവർത്തിക്കുക, നിങ്ങളെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നിങ്ങളെ മാറ്റി നിർത്തുകയാണ് ഈ ഒരു പേഴ്സൺ ചെയ്തതെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കാരണം അവരിലൊരു ചെറിയ പോസിറ്റിവിറ്റി, അവരുടെ സമയം ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയപ്പം അവരോർത്ത് പൂർണ്ണമായിട്ടും ഇനി സക്സസ് ആണ് എന്നുള്ളൊരു തോട്ട്സ്, അല്ലെങ്കിൽ ഒരു ഈഗോ എനർജി, അല്ലെങ്കിൽ അവർക്ക് അവരുടേതാകുന്ന ചെറിയ ഒരു എന്താ പറയുക, അവരുടെ ലൈഫിലേക്ക് അവരൊന്ന് മാറി നിൽക്കാൻ ശ്രമിച്ച ചില കാര്യങ്ങൾ, ഇതെല്ലാം അവരെ സംബന്ധിച്ച് നമുക്ക് ആ ഒരു വ്യക്തി ആ വ്യക്തിയുടെ സിറ്റുവേഷൻ സ്റ്റക്കാക്കി കളഞ്ഞു. അതായത് അയാളുടെ തോന്നലുകൾ, ആ ഒരു വ്യക്തിയുടെ തോന്നലുകൾ ഇനി മുന്നോട്ടേക്ക് വലിയൊരു നേട്ടമാണ് എന്നുള്ളൊരു തോന്നലുകളിലേക്ക് ആ ഒരു വ്യക്തി മാറിയെന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. സ്ട്രെസ് എനർജി ഒരുപാടുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളെ അതിജീവിക്കുന്നുണ്ട്. നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ വല്ലാതെ അവരെ അലട്ടുന്നുണ്ട്. ആരോടും അവർക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. ചെറിയൊരു പ്രതീക്ഷയുണ്ടെങ്കിലും നിങ്ങളെ സംബന്ധിച്ചുള്ള ഒരു കാര്യങ്ങളും മറ്റൊരിടത്തേക്ക് ഷെയർ ചെയ്യാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. മാനിഫെസ്റ്റിംഗ് ചെയ്യുന്നുണ്ട് കേട്ടോ, ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു വശീകരണം പോലുള്ള, അതായത് നിങ്ങളെ തീർച്ചയായിട്ടും അവരിലേക്ക് കണക്ട് ചെയ്തെടുക്കും. നിങ്ങൾ അവരെ തേടി വരേണ്ടി വരുന്നൊരു സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യുക. കാരണം അവർക്ക് അവിടെ വളരെ ക്ലിയർ ആവാമല്ലോ, നിങ്ങൾ അവരെ തേടി ചെല്ലുമ്പം അവിടെയും അവർക്കൊരു സക്സസ് ആണ് കാണുന്നത്. അതിനുള്ള ചില മൂമെൻറ്റ്സ്, ചില കാര്യങ്ങൾ അവർ തുടങ്ങി വെച്ച സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അതിൻ്റെ എഫക്റ്റ് നിങ്ങളിലേക്ക് എപ്പോഴും കണക്റ്റഡ് ആയിക്കൊണ്ടിരിക്കും കേട്ടോ. അവർ ചെയ്യുന്ന മാനിഫെസ്റ്റേഷൻ പവർ എനർജിയുടെ ഫലമെന്ന് പറയുന്നത് നിങ്ങളിൽ അവരെ അട്രാക്റ്റ് ചെയ്യുന്ന, അവരിലേക്ക് ചെല്ലാൻ പെട്ടെന്ന് മനസ്സ് വെമ്പുന്ന ഒരു എനർജി കണക്റ്റ് ചെയ്യപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു എനർജിയിലേക്ക് നോക്കുമ്പോഴുണ്ടല്ലോ, ഇവരെ സംബന്ധിച്ച് ഇവരൊരു മായാവലയത്തിൽ പെട്ട് കിടക്കുന്ന ഒരു വ്യക്തിയാണ്. ഇവരുടെ ലൈഫിൽ എന്ത് കിട്ടിയാലും അതിനെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ക്യാരക്ടറുണ്ട്. അമിതമായിട്ട് ആഗ്രഹങ്ങൾക്ക് അടിമപ്പെട്ട വ്യക്തിയാണ്, സ്വപ്നങ്ങൾക്ക് അടിമപ്പെട്ട വ്യക്തിയാണ്. ആ വ്യക്തിയുടെ ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയിട്ട് ആ വ്യക്തി നല്ലതോ ചീത്തയോ എന്നുള്ള മാർഗങ്ങളൊന്നും ചിന്തിക്കാതെ സക്സസ്, അതായത് നേട്ടത്തിന് ഫോക്കസ് ചെയ്യുന്ന ക്യാരക്ടർ എനർജിയുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് അതിൻ്റേതായ ചില വീഴ്ചകളും തകർച്ചകളും അപവാദങ്ങളും അതുപോലെ നെഗറ്റീവ് ആകുന്ന പല കാര്യങ്ങളും ഈ ഒരു പേഴ്സൺ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ആ ഒരു വ്യക്തി അല്പസുഖത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു പേഴ്സൺ ആയിട്ട് നമുക്ക് ഈ ഒരു വ്യക്തിയെ പറയാൻ സാധിക്കും. 7 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ്. വളരെയധികം ആലോചിക്കുന്നുണ്ട്. നല്ലൊരു തീരുമാനങ്ങൾ ഇനി ലൈഫിൽ എടുക്കണമെന്നുള്ള തിരിച്ചറിവുണ്ട്. വെയിറ്റിംഗ് ചെയ്താണ് ഇപ്പോൾ കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിലേക്ക് എനർജി കണക്റ്റ് ചെയ്യുന്ന ഒരു എനർജിയിലാണ് നിൽക്കുന്നത്. അതായത് മാനിഫെസ്റ്റേഷൻ, നിങ്ങളെ വീണ്ടും ആ ഒരു വ്യക്തിയിലേക്ക് അട്രാക്റ്റഡ് ആക്കുക എന്നൊരു ലക്ഷ്യമുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെ പ്രഷ്യസ് ആയിട്ടാണ് കാണുന്നത് കേട്ടോ. അവർക്കൊരു അബണ്ടൻസ് ആണ്. അവരുടെ ലൈഫിൽ ഏറ്റവും നല്ലൊരു ഫെമിനിയൻ എനർജി നിങ്ങളാണ്. അവരുടെ ജീവിതത്തിലൂടെ കടന്നു പോയതിലേക്ക് നോക്കുമ്പം ഇതിനകത്ത് മസ്കുലനായ ആളുകൾക്ക് ഫെമിനിയൻ എനർജി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ പറയാൻ പറ്റുന്നത് ഈഗോയാണ്. ഈഗോ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത് അവരിൽ നിന്നും നിങ്ങളിൽ നിന്നും ആ ഒരു വ്യക്തി മാറി നിൽക്കുന്നതനുസരിച്ച് നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയിട്ടുണ്ടാവുമോ, നിങ്ങൾ ഫാമിലി എനർജിയിലേക്ക്, നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരിലേക്ക് നിങ്ങൾ പൂർണ്ണമായിട്ടും കണക്റ്റഡ് ആയിട്ടുണ്ടോ എന്നുള്ള ഒരു തോട്ട്സ് ഇവരെ വല്ലാതെ പിടിച്ച് ഉലയ്ക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്കിവിടെ പറയാൻ പറ്റുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുന്നുണ്ട്.
ബ്ലെസ്സിങ്സ് വരുന്നുണ്ട്. അത് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അവർ ചെറിയ രീതിയിലൊക്കെ അതായത് ചെറിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ തന്ത്രങ്ങളൊക്കെ പ്രയോഗിക്കാൻ കഴിവുള്ള, അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ എനർജി, മറ്റുള്ളവരുടെ ഒരു മൈൻഡ് മനസ്സിലാക്കിയെടുക്കാനൊക്കെ ഉള്ള ചെറിയ ഒരു കഴിവുള്ള പേഴ്സണാണ്. അതായത് വരും വരായികകളെക്കുറിച്ചും മുൻകൂട്ടി വിധി എഴുതാൻ പറ്റുന്ന, അല്ലെങ്കിൽ അങ്ങനെ ചില ഒരു ഇന്നർ ഗൈഡൻസ് ഒക്കെ ഇവരുടെ മൈൻഡ്, അതായത് ഇവരുടെ സോളുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇവർക്ക് കഴിവുണ്ടെന്നുള്ളത് 100% ഉറപ്പാണ്. അതുകൊണ്ട് നിങ്ങളുടെ മാറ്റങ്ങളെ അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു ഇന്നർ ഗൈഡൻസ് പോലെ ലഭിക്കുന്നുണ്ട് നിങ്ങളിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. മാത്രമല്ല ഒരു വിശ്വാസത്തോടു കൂടിയുള്ള വെയിറ്റിംഗ് ആണ്. കാരണം ക്യൂൻ ഓഫ് പെൻറ്റിക്കിൾസ്, കിങ് ഓഫ് കപ്സ് ഒക്കെയാണ് കണക്ട് ചെയ്ത് വരുന്നത്. അവർ നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. നിങ്ങൾ ഹാപ്പി ആയിട്ടാണോ ഇരിക്കുന്നത്? നിങ്ങളുടെ ജീവിതം പോസിറ്റിവിറ്റി ആണോ? നിങ്ങളിൽ മാറ്റം വരുന്നുണ്ടോ? നിങ്ങൾ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തിയോ? നിങ്ങളുടെ സക്സസ് ആയോ? നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങൾ അവരോട് പറഞ്ഞിട്ടുള്ള ചില സ്വപ്നങ്ങൾ നിങ്ങൾ സാക്ഷാത്കരിച്ചോ? നിങ്ങൾ വിജയിച്ചോ? നിങ്ങൾ നേട്ടങ്ങൾ കൊയ്തോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവർ മറ്റാരോടൊക്കെയോ ചോദിച്ച് അറിയാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളെ പൂർണ്ണമായിട്ടും ആ ഒരു വ്യക്തി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അവർ ശരിക്കും മാനിഫെസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിൽ അവർ ഫോക്കസ്ഡ് ആണ്. അവർക്കൊരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയാണ് നിങ്ങളുടെ പ്രസൻസ് കേട്ടോ. നിങ്ങളുടെ പ്രസൻസ് അവരിലേക്ക് കണക്റ്റഡ് ആകുമ്പോൾ തന്നെ അവരിൽ പോസിറ്റിവിറ്റി നിറയ്ക്കുന്ന, അല്ലെങ്കിൽ നിറയുന്ന ഒരു എനർജി വരുന്നുണ്ട്. നിങ്ങളുടെ ഓർമ്മകളെ പോലും അവർ കണക്റ്റ് ചെയ്യുമ്പം അവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കുന്നുണ്ട്. അത്രയ്ക്ക് സ്ട്രോങ് ആയൊരു എനർജിയാണ് നിങ്ങളും അവരും. ശരിക്കും നിങ്ങളും അവരോട് കണക്റ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോയാൽ വലിയ സക്സസ്സുകളിൽ, അതായത് ഏറ്റവും നല്ല ഉയരങ്ങളിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്ന എനർജി ആയിട്ടാണ് കാണുന്നത്. ശരിക്കും സ്ലീപ്പിംഗ് ഡിഫിക്കൽറ്റി അനുഭവിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് വിഷമമുണ്ട്. നിങ്ങളോട് ഒരുപാട് പ്രശ്നങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ഒരുപാട് സംസാരിക്കണമെന്ന്, കമ്മ്യൂണിക്കേഷൻ നടത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് അതിനുള്ളൊരു ധൈര്യമില്ല. നിങ്ങളിലേക്ക് വരിക എന്നത് അവർക്ക് വലിയൊരു എന്താ പറയുക, ഒരു അപമാനം പോലെ, അല്ലെങ്കിൽ വലിയൊരു വീഴ്ച പോലുള്ളൊരു ഫീലിങ്സാണ് അവരുടെ ഉള്ളിലുള്ളത്. നിങ്ങൾ അവരെ തേടി ചെല്ലുക എന്നൊരു ലക്ഷ്യമാണ് അവരുടെ മനസ്സിൽ അവർ കരുതി വെച്ചിരിക്കുന്നത്. പക്ഷേ അവർക്ക് നിങ്ങളിലേക്ക് വരിക എന്നത് ഡിഫിക്കൽറ്റിയാണ്. നിങ്ങളോട് എന്തൊക്കെയോ കാര്യങ്ങൾ, ഒരുപാട് കമ്മ്യൂണിക്കേഷൻ നടത്താൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് അതിനുള്ള ധൈര്യമില്ല, അല്ലെങ്കിൽ നിങ്ങളോട് പറയാനുള്ള ഒരു മാനസിക അവസ്ഥ അവർക്ക് വന്ന് ചേർന്നിട്ടില്ല എന്ന് പറയാൻ പറ്റും. തീർച്ചയായിട്ടും അവർ വളരെ ഫാസ്റ്റായിട്ട് ചിന്തിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് അറിയാനും നിങ്ങളിലേക്ക് വരാനും. അതുപോലെ നിങ്ങളോടൊപ്പം ചില സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കണമെന്നും അവർ ചിന്തിക്കുമ്പോൾ അതിനടുത്ത് തന്നെ നെക്സ്റ്റ് അവരിൽ ആക്ഷൻ എടുക്കുന്നത് ഒരു ഇല്യൂഷൻ എനർജിയാണ്. ഇതൊരു മിഥ്യാധാരണയായിട്ടും, അതല്ലെങ്കിൽ ഇത് പോസിറ്റീവാണോ, നല്ലതിനാണോ എന്നുള്ളൊരു തോട്ട്സ് അവരെ പെട്ടെന്ന് വരിഞ്ഞു മുറുക്കുന്ന ഒരു സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട്. 6 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ്. കൊടുത്തത് തിരിച്ച് കിട്ടാനുള്ളൊരു യോഗം എന്താണെങ്കിലും നിങ്ങൾക്കുണ്ട് കേട്ടോ. നിങ്ങൾ എന്താണോ കൊടുത്തത് അത് നിങ്ങൾക്ക് തിരിച്ച് കിട്ടുക തന്നെ ചെയ്യും. ഈഗോ എനർജി മാത്രമല്ല, അവരുടെ ജീവിതത്തിൽ അവർക്കൊരു ലക്ഷ്യമുള്ള പേഴ്സണാണ്. ഒരു തമാശക്കളിയായിട്ട് ജീവിതത്തെ കാണുന്നൊരു വ്യക്തിയല്ല. ജീവിതത്തിൽ ഏറ്റവും ഉയരത്തിൽ, ഏറ്റവും പവർഫുള്ളായ, ഏറ്റവും ടോപ്പ് എനർജിയിൽ എത്തിച്ചേരണമെന്നുള്ള ആഗ്രഹം, അത് ആ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻസിലേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തിക്കുണ്ട്. എവിടെയും രാജസ്ഥാനം നേടുക, രാജാവായിട്ടിരിക്കുക, വിജയിയായിട്ട് ഇരിക്കുക ഉള്ളൊരു ആഗ്രഹം ഈ ഒരു വ്യക്തിയിൽ എപ്പോഴും കണക്റ്റഡ് ആണ്. മുന്നോട്ടേക്കുള്ള ഫ്യൂച്ചർ ലൈഫിനെയാണ് ഈ ഒരു വ്യക്തി ഫോക്കസ് ചെയ്യുന്നത്. കൂടാതെ തന്നെ നിങ്ങളെ ഫോക്കസ് ചെയ്യുമ്പോഴും നിങ്ങൾ അറിയാതെയാണ് നിങ്ങളെക്കുറിച്ച് ഈ ഒരു വ്യക്തി അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഒരു രീതിയിലും പിടി തരാതെ ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയുന്നു, മനസ്സിലാക്കുന്നു എന്നുള്ളൊരു എനർജി കാണുന്നുണ്ട്. അവരുടെ ഉള്ളിലുള്ള ഒരു വേദന, അല്ലെങ്കിൽ ഒരു കുറ്റബോധം എന്ന് പറയുന്നത് തേർഡ് പാർട്ടി പ്രസൻസ് ഈ ഒരു ബന്ധത്തിൽ കണക്റ്റഡായി, ഒന്നെങ്കിൽ വിവാഹം എനർജിയിൽ എത്തേണ്ട ഒരു ബന്ധമായിരുന്നു കാണാൻ നിങ്ങളുടെ റിലേഷൻ. നിങ്ങൾക്ക് നല്ലൊരു ഫാമിലി ലൈഫിൽ എത്തേണ്ട സമയത്ത് മറ്റാരുടെയോ ഒരു പ്രസൻസ്, അല്ലെങ്കിൽ മറ്റാരിലേക്കോ ഇവർ കുറച്ച് കോൺസെൻട്രേഷൻ കൊടുത്തതിൻ്റെ ഫലമാണ് നിങ്ങൾക്കൊരു ജസ്റ്റിസ്, അല്ലെങ്കിൽ അവരുടെയും ബന്ധത്തിൽ
ഒരു ജസ്റ്റിസ് കിട്ടാതെ പോയതെന്ന് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. എന്താണെങ്കിലും ന്യൂ ഡോർ ഓപ്പണിംഗ് ആവും, പുതിയൊരു അവസരം അല്ലെങ്കിൽ പുതിയൊരു സിറ്റുവേഷൻസ് ഈ ഒരു ബന്ധത്തിൽ ഉണ്ടാകും. അവരാഗ്രഹിച്ച പോലെ ഒരു ഇമോഷണൽ ബാലൻസോട് കൂടി ഒരു ബന്ധത്തെ കൊണ്ടുപോകാൻ പറ്റും. പൂർണ്ണമായിട്ടും ഒരു സക്സസ് എനർജിയിൽ എത്തുമെന്നുള്ള വിശ്വാസവും നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ആ ഒരു പേഴ്സണിൽ തന്നെ കണക്റ്റഡ് ആയിരിക്കുമെന്ന വിശ്വാസവും അവരെ വളരെയധികം പോസിറ്റിവിറ്റിയിലേക്ക് അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ബാലൻസിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ അവരുടെ കറൻറ്റ് സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞാൽ സ്ട്രഗ്ലിംഗ് ആണ് കേട്ടോ. അവർക്ക് എന്തൊക്കെയോ ചീറ്റിംഗ് സംഭവിച്ചിട്ടുണ്ട്. അവർ ഇൻവെസ്റ്റ് ചെയ്തെടുത്തോ സാമ്പത്തികപരമാകുന്ന ചില കാര്യങ്ങളിലോ അല്ലെങ്കിൽ അവർ വളരെ പ്രതീക്ഷയോടുകൂടി, അതായത് ഒന്നിലധികം ലാഭങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ട്, വിജയത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് അവർ ചെയ്ത പല കാര്യത്തിലും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്, അവർ ചെയ്ത പല കാര്യത്തിലും നമുക്ക് ചീറ്റിംഗ് ലഭിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിക്ക് അവർക്ക് പ്രോബ്ലംസ് ഉണ്ട്. അവർ ഹെൽത്ത് പരമായിട്ട് പ്രശ്നങ്ങളിൽ നേരിടുന്നുണ്ട് കേട്ടോ. അത് ചെറിയ രീതിയിലല്ല കേട്ടോ, അത് ലൈഫ് ലോങ് കൊണ്ടുപോകേണ്ട ഹെൽത്ത് പ്രോബ്ലംസ് അവരെ പിടികൂടിയിട്ടുണ്ട് എന്നുള്ളത് 100% ഉറപ്പാണ്. മാത്രവുമല്ല വെൽത്ത് എനർജിയിലും ലോസ് സംഭവിച്ചിട്ടുണ്ട്. ഒരു ഫെമിനിയൻ എനർജിയുടെ പ്രസൻസ് അവരെ ഇപ്പം കറൻറ്റിലി വളരെയധികം സപ്പോർട്ടായിട്ട് നിൽപ്പുണ്ട്. ഒന്നെങ്കിൽ കരിയർ എനർജിയിലാവാം, സഹോദര സ്ഥാനത്തുള്ള ലേഡിയാവാം, ഫ്രണ്ട്ഷിപ്പ് എനർജിയിലുള്ള ലേഡിയാവാം, ഇമോഷണലിയും ഫിനാൻഷ്യലിയും ഇപ്പോൾ ഒരു ലേഡി പ്രസൻസ് നിങ്ങളുടെ വ്യക്തിക്ക് കറൻറ്റ്ലി വളരെയധികം സപ്പോർട്ടായിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവരുടെ ഉള്ളിൽ ഒരു പ്രണയമുണ്ട്, അതായത് നിങ്ങളോടുള്ള ആ ഒരു പ്രണയം പാസ്റ്റിലെ ഈ ഒരു എനർജിയിലേക്ക് അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയോട് കണ്ടീഷനുകളില്ലാത്ത ഒരു സ്നേഹം അവർക്ക് തോന്നുന്നു എന്നത് 100% ഉറപ്പാണ്. നിങ്ങളിലേക്ക് അത് പ്രകടിപ്പിക്കണമെന്നതും അവർ ഷെയർ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു പക്ഷേ അവരുടെ ഒപ്പം ഇപ്പം സപ്പോർട്ടായിട്ട് നിൽക്കുന്ന വ്യക്തിയോട് നിങ്ങളെക്കുറിച്ച് എല്ലാം പറയുന്ന അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് ആ ഒരു വ്യക്തി കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതായിട്ട് കാണുന്നുണ്ട്. എന്താണെങ്കിലും വളരെയധികം പ്രൊട്ടക്റ്റഡ് ആവാൻ, അതായത് നഷ്ടത്തിൽ നിന്നും വിജയത്തിലേക്ക് കുതിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. കുറേ സൗഹൃദ ബന്ധങ്ങളും കാര്യങ്ങളും എല്ലാം അവരെ കണക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. എന്താണെങ്കിലും ആ ഒരു ലേഡി പ്രസൻസ് നിങ്ങളെ കണക്റ്റ് ചെയ്യിപ്പിക്കാൻ, അതായത് ഒരു റീയൂണിയൻ സാധ്യമാക്കാൻ സപ്പോർട്ട് ചെയ്യുമെന്നുള്ള ഒരു എനർജി കൂടി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം നിങ്ങളുടെ വ്യക്തിയോടൊപ്പമുള്ള ആ ഒരു ലേഡി പ്രസൻസ് നിങ്ങളെ തമ്മിൽ റീയൂണിയനിലേക്ക് കണക്റ്റ് ചെയ്യാൻ വളരെയധികം സഹായകരമായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ പ്രസൻസ് നിങ്ങൾക്ക് ഒരുമിച്ച് ചേരാൻ സഹായമാകുമെന്നും തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ആ ഒരു വ്യക്തി തിരിച്ചു വന്നൊരു റീയൂണിയൻ ഉണ്ടാകുമെന്നും ആ ഒരു വ്യക്തി വിശ്വസിച്ച് തന്നെയാണ് കറൻറ്റ് സിറ്റുവേഷൻസ് പോണത്. ഈ ഒരു എനർജി കണക്റ്റഡ് ആയിരിക്കുന്ന വ്യക്തികളോട് പറയാനുള്ളത്, ഈ അടുത്ത നിമിഷങ്ങളിൽ തന്നെ ഒരു 2 months അല്ലെങ്കിൽ 3 monthsനുള്ളിൽ തന്നെ നിങ്ങളുമായിട്ട് ഈ ഒരു പേഴ്സൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകും. നിങ്ങൾക്ക് ശക്തമാകുന്ന ഒരു റീയൂണിയൻ ഉണ്ടാകും. ആ ഒരു റീയൂണിയൻ നിങ്ങൾക്ക് നല്ലൊരു സപ്പോർട്ട്, ഒരു വ്യക്തിയുടെ സപ്പോർട്ടോട് കൂടി തന്നെയാണ് നിങ്ങൾക്കിനി ഒരു റീയൂണിയൻ എനർജി വരുന്നത്. അത് വലിയ ഒരു തിരുത്തലിലൂടെ ആയിരിക്കും കേട്ടോ. വളരെ ഫ്രഷായിട്ട്, വളരെ പോസിറ്റിവിറ്റിയോട് കൂടി, ഫ്രഷ്യസ്നെസ്സോട് കൂടിയുള്ള ഒരു റീയൂണിയൻ എനർജി തന്നെയാണ് നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നത്.